ഇഷ്ടപ്പെട്ടിരുന്നവർ തമ്മിൽ പിണങ്ങിയാൽ അത് വലിയ ശത്രുതയായി മാറുകയും പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ആലപ്പുഴ നെടുമുടിയിലെ റിസോർട്ട് ജീവനക്കാരിയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തെന്ന് പോലീസ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട ഹസീറയുടെ സുഹൃത്ത് അസം സ്വദേശി സഹ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം നടന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ റിസോർട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഹസീറിയെ റിസോർട്ടിൽ കൊണ്ടുവന്ന മലയാളിയായ ഏജന്റിനെയും ഹസീറിയുടെ മകനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹസീറയും സാഹാലിയും 4 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. അസമിൽ അടുത്തായാണ് ഇരുവരുടെയും വീട്. നെടുമുടി വൈശ്യം ഭാഗത്തെ ഹോം സ്റ്റേയിലെ ജീവനക്കാരിയായി എത്തിയ ശേഷം ഹസീറയെ കാണാൻ കരുനാഗപ്പള്ളിയിൽ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തിരുന്ന അലി ഇടയ്ക്കിടയ്ക്ക് എത്തുമായിരുന്നു. അസമിൽ സാഹാലിയുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന ഹസീറയുടെ ആവശ്യം ഇരുവരും തമ്മിൽ തർക്കത്തിനിടയാക്കി. ഇതേ തുടർന്ന് ഹസീറ നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് അറിഞ്ഞ അലി കഴിഞ്ഞ ദിവസം വൈശ്യം ഭാഗത്തെത്തി. അസമിലേക്ക് പോകരുതെന്ന് അലി ആവശ്യപ്പെട്ടു. ഹസീറ വഴങ്ങിയില്ല. തുടർന്ന് വഴക്കും അടിപിടിയുമായി. ഇതിനിടെ ഷാളുകൊണ്ട് ഹസീറയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊലപാതകത്തിന് ശേഷം കാതിലെ സ്വർണ്ണക്കമ്മലും ഹസീറയുടെ കൈവശമുണ്ടായിരുന്ന പണവും പ്രതി അപഹരിച്ചു. ബുധനാഴ്ച പുലർച്ചെയാണ് ഹസീറ കൗതമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ഷാൾ മുറുകിയ പാട് കണ്ടതോടെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഹസീറയെ കാണാൻ വരുന്നവരെയും സമീപത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 10 മണിക്കൂറിനകം ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. തെളിവെടുപ്പിന് പോലീസുമായി എത്തി സംഭവങ്ങൾ വിവരിക്കുമ്പോഴും പ്രതിക്ക് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഹസീറയുടെ മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പൂക്കൈത ആറ്റിൽ വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി പിടിയിലായത്. അമ്പലപ്പുഴ DYSP KG അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സാഹാലിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ അപേക്ഷ നൽകും. ന്യൂസ് 18 ആലപ്പുഴ.